ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് ഇടുന്നത്. ഞാനൊരു സ്ഥലം വരെയൊക്കെ പോയ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗ് കഴിഞ്ഞതിലുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ വന്നതും ഫുഡ് കഴിച്ചതും ഒക്കെ. അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ചേട്ടൻ ജോലിക്ക് രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് എബിക്കും സ്കൂളിൽ പോകണ്ട, അതുകൊണ്ട് ഞാനും എബിയും വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്തിരി എഴിക്കാനും താമസിച്ചു കേട്ടോ. കുറച്ച് നേരം പിന്നെയും ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി കാണിക്കുന്നതും പിറ്റേ ദിവസമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് എടുക്കും, ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും. അങ്ങനെയൊക്കെയാണ് ഞാൻ കുറേ വീഡിയോ എടുത്തത്. ഇത് എബിയുടെ സ്കൂൾ വാൻ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിരികെ വരും. ആ സമയത്ത് താഴോട്ട് ഇറങ്ങി നിന്നാൽ മതി, അപ്പോഴത്തേക്കും ബസ് വരും, അതുവഴി കയറിപ്പോകും. പക്ഷേ ഇങ്ങനെ പോകുന്ന സമയത്ത് നിന്ന് പോകണം, അത്രയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോകുന്നതാണെങ്കിൽ നമുക്ക് ഇരുന്ന് പോകാം, എബിക്ക് ഇരുന്ന് പോകാം. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്കും ബസ് ഫുള്ളും തിരക്കായിരിക്കും. അങ്ങനെ അവനെയും സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മൾ റോഡ് സൈഡിൽ തന്നെ കുറച്ച് കാന്താരി മുളക് ഉണ്ടായിരുന്നു കേട്ടോ. അതും പറിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഒന്ന് ഹോളെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. തൊട്ട് മുന്നേട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹോളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തി. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അന്നും എബി പതിവ് പോലെ തന്നെ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ അവനെ വിളിച്ചുണർത്തിയിട്ടാണ് നിന്നത് കേട്ടോ. അപ്പോൾ എണീക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം നല്ല മഴയൊക്കെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ എണീക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ആശാന്. അപ്പോൾ അവനും ഞാനും ഒരേ ടൈമിലാണ് കേട്ടോ എഴുന്നേറ്റ് വന്നതിന് ശേഷം ഞങ്ങൾ കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ജോലിക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടക്കറിയൊക്കെയാണ് ഉണ്ടാക്കി, മുട്ടക്കറിയും അപ്പവും ഒക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമായതുകൊണ്ട് തന്നെ കുറച്ചാണ് ഉണ്ടാക്കിയത്. ചേട്ടൻ ഇന്ന് ദൂര സ്ഥലത്താണ് ജോലിക്ക് പോയത്. അപ്പോൾ കഴിക്കാനൊന്നും വീട്ടിലോട്ട് വരത്തില്ല, അതുകൊണ്ട് തന്നെ കടയിൽ നിന്നാണ് വാങ്ങി കഴിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ മിക്കുവിനെ വീട്ടിലോട്ട് വീഡിയോ കോളൊക്കെ വിളിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ ഫോണും കൊണ്ട് നടക്കും, ചെവിയിൽ വെക്കും, അങ്ങനെയൊക്കെയാണ് അവൻ സംസാരിക്കുന്നത്. ഇത് തലേ ദിവസം ഞങ്ങൾക്ക് ചേട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന ലഡുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ എനിക്കുള്ളത് അങ്ങനെ പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ഒന്നെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് കഴിക്കേണ്ട, വെറുതെ ആ സമയത്ത് വേണ്ടായിരുന്നു. പിന്നെ വെറുതെ കഴിച്ച് വയറ് കേടാക്കണമെന്ന് കരുതി ഞാൻ മാറ്റി വെച്ചതായിരുന്നു. പിറ്റേന്ന് എന്തായാലും കഴിക്കാൻ തോന്നുമല്ലോ. ഇത് കഞ്ഞി കുറച്ച് തേങ്ങയൊക്കെ ചിരുകിയിട്ട് ഞാൻ എബിക്ക് കൊടുത്താണ് കേട്ടോ. കാരണം ഞാനിങ്ങനെ അവനിങ്ങനെ കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ കഴിക്കുമായിരുന്നു കേട്ടോ. നമ്മൾ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും അമ്മ ഇതുപോലെ കഞ്ഞിയും തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് തരുമായിരുന്നു. അപ്പോൾ മിക്കുവിൻ്റെ ഒരു വീഡിയോയാണ് കേട്ടോ. പൗഡറിൻ്റെ ആ ഒരു ടിന്ന് അലമാരക്കകത്തോട്ട് വെക്കാൻ അവർ ശ്രമിച്ചതാണ് കേട്ടോ. അങ്ങനെയൊക്കെ കുറേ വീഡിയോസൊക്കെ വീട്ടിൽ നിന്ന് അയച്ചു തരും. ഇതാ ഷീന ചേച്ചിയുടെ കൂടെ ഇരുന്ന് ഐസ്ക്രീം കുടിക്കുന്നതും ആദ്യം വിളിക്കുന്നതും ആദ്യം വരുമ്പോൾ തന്നെ പിന്നെ ഐസ്ക്രീം അവന് കൊടുക്കാതെ പെട്ടെന്ന് തന്നെ ഐസ്ക്രീം കുടിക്കുന്നതും, ഇതൊക്കെ വീട്ടിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ വീട്ടിൽ നിന്ന് അയച്ചു തരും. ഇത് മുത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതെനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ മീൻ കറിയും തോരനും മീൻ പൊരിച്ചതും മെഴുക്ക് വരട്ടി ഒഴിക്കാൻ ഇതെല്ലാം കൂട്ടിയിട്ട് ഇന്നത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എബിക്കും സ്കൂളിൽ പോകാത്തത് കൊണ്ട് അവൻ ഫുൾ ടൈം വീട്ടിലുണ്ടായിരുന്നു. ഇടയ്ക്ക് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ട്യൂഷന് പോയിട്ടാണ് വന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് വൈകുന്നേരത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. ഞാനതൊക്കെ കഴുകി വെച്ചിട്ടാണ് നിന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒരു വെറൈറ്റി ആയിട്ട് വീട്ടിൽ തന്നെ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഇന്നലെ കടയിൽ പോയ സമയത്ത് ചോളം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കിഴങ്ങ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ചേമ്പൻ കിഴങ്ങ്. അപ്പോൾ അതൊക്കെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഈ ചേമ്പൻ കിഴങ്ങും നമ്മുടെ കോണും ഒക്കെ വെച്ചിട്ട് പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. ചേമ്പൻ കിഴങ്ങ് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം കുക്കറിനകത്തിട്ട് ആണ് ഫിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്തത്. കോണാണെങ്കിൽ ഞാൻ നന്നായിട്ട് അതിൻ്റെ പുറത്തുള്ള അതെല്ലാം മാറ്റിയതിന് ശേഷം 3 കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി തട്ടുണ്ടല്ലോ, ഇഡ്ഡലി തട്ടിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു സ്റ്റീം ചെയ്യുന്നൊരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കുക വലിയ പാടൊന്നും വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സാമ്പാർ കഷ്ണത്തിലൊക്കെ കിട്ടുന്ന സമയത്തും സാമ്പാറിൽ വയ്ക്കുന്ന സമയത്തും ഞാനിത് പെട്ടെന്ന് തിരഞ്ഞു പിടിച്ചെടുത്ത് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് കഴിക്കും. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം അത് വേവിക്കാൻ വെച്ചത് കോണിൽ ഞാൻ അങ്ങനെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ അങ്ങ് പുഴുങ്ങാൻ മാറ്റി വെച്ചതേ ഉള്ളൂ. അപ്പോൾ കിഴങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയും മുളകും ഒക്കെ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ലൊരു ചമ്മന്തിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പൊതുവേ ഞാനങ്ങനെ കിഴങ്ങൊക്കെ വേവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ചമ്മന്തിയൊന്നും ഞാനങ്ങനെ
വെക്കാറില്ല. എനിക്കത് മെനക്കെടാൻ വയ്യാത്തത് ഞാനങ്ങനെ വെക്കാറില്ല. അതൊക്കെ ചേട്ടനാണ് ചെയ്തു തരുന്നത്. പക്ഷേ ഇത് ഞാൻ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കോൺ നന്നായിട്ട് ആവിയെല്ലാം പോയി നല്ല ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ ബട്ടറൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കുന്നതാണ് ഞങ്ങൾ. ഇന്നത്തേത് ഒരു വ്ളോഗായിട്ട് തന്നെ എടുത്ത് വീഡിയോസായിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ബട്ടർ നമുക്ക് കേക്ക് ബേക്കിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് ബട്ടർ ഒത്തിരി അധികം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. മുമ്പൊക്കെ ഒരെണ്ണം ഒരു പാക്കറ്റൊക്കെ വാങ്ങിച്ച് വെക്കും സമയത്ത് ഇപ്പോൾ 2 എണ്ണമൊക്കെ വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. കാരണം എപ്പോഴാണ് അതിൻ്റെ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ആ സമയത്ത് കടയിലോട്ട് പോയി മെനക്കെടണ്ടല്ലോ എന്നും പറഞ്ഞ് ഞാൻ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടും അതിൻ്റെ ഒരു ആവശ്യം വന്നില്ലെങ്കിൽ വീട്ടിലത്തേക്ക് തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കും കേട്ടോ. പിന്നീട് ആകുമ്പോഴത്തേക്ക് അത് കേടായി പോയാലോ. ഇത് അശ്വിനിക്ക് വേണ്ടി എടുത്ത് കൊടുത്താണ് കേട്ടോ. കുറച്ച് കോണും 1-2 കിഴങ്ങും അതിൻ്റെ ചമ്മന്തിയൊക്കെ ആയിട്ട് അശ്വിനിക്ക് വേണ്ടി കൊടുത്തു വിട്ടതാണ്. അതിനുശേഷം ഞങ്ങളും കൂടെ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ കിഴങ്ങ് എനിക്ക് കഴിക്കും തോറും പിന്നെയും കഴിച്ചുകൊണ്ട് ഇരിക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്ക് വേണ്ടിയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ നേരെ കടയിലോട്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. വിപ്പിംഗ് ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ടും വിഴിഞ്ഞത്താണ് വരുന്നത് കേട്ടോ. നമ്മുടെ തിയേറ്റർ ജംഗ്ഷൻ്റെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ വന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് കേട്ടോ. ഇനി കാണിക്കുന്നത് തൊട്ട് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ്. ഗോതമ്പ് ദോശയും കടലക്കറിയൊക്കെ ആയിട്ട് എബി കഴിക്കുന്നുണ്ട്. അവനിന്ന് സ്കൂളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവനും സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നീട് ഞാനും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇച്ചിരി വയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് സർഫിൽ മുക്കി വെച്ചു. ഞാൻ വീടിനകമൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് കുറച്ച് നേരം പുറത്തുനിന്ന് സംസാരിച്ചൊക്കെ നിന്ന് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സുമായിട്ട് മാത്രമേ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കും എന്നല്ലാതെ കൂടുതലായിട്ട് അങ്ങനെ അപ്പുറം ഇപ്പുറം ഉള്ളിടത്ത് കുറച്ച് നേരമൊക്കെ രാവിലെ ഒക്കെ നിന്ന് സംസാരിക്കുന്ന അല്ലാതെ ഞാൻ അങ്ങനെ അധികം പോയി ഇപ്പം അങ്ങനെ സംസാരിക്കാൻ പോകാറുമില്ല. അപ്പോഴത്തേക്കും മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി 2-3 ആൻറ്റിമാരൊക്കെ ഫ്രണ്ടിൽ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരുമായിട്ട് കുറേ നേരം വരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കും നീ എവിടെ ഉണ്ടോ എന്ന് വരെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ തന്നെയുണ്ട്, എവിടെയും പോകാറില്ല. ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ അധികം ചില സമയത്ത് ഉച്ചയൊക്കെയാവുന്ന സമയത്ത് ഒറ്റയ്ക്കൊക്കെ ഇരിക്കും. പുറത്തൊക്കെ ഇറങ്ങിയിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുക, അത്ര തന്നെ ഉണ്ടാവും. കൂടുതലായിട്ട് ഞാൻ അങ്ങനെ മുമ്പത്തെ പോലെയൊന്നും അങ്ങനെ അധികം എങ്ങോട്ടും പോകാറില്ല. ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുക. ആകെ ബീനയുടെ അശ്വിനിയുടെ അടുത്ത് സംസാരിച്ച് അവളിവിടെ വരും വൈകുന്നേരത്ത്. ബീനയുടെ സ്നേഹയുടെയൊക്കെ വീട്ടിലോട്ട് ഞാൻ അങ്ങോട്ട് പോവുക മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് ആയപ്പോഴത്തേക്കും കപ്പ് കേക്ക് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ബാറ്ററൊക്കെ തയ്യാറാക്കി കപ്പ് കേക്ക് ആയിട്ടുണ്ട്. ഇനി ഫില്ലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഫില്ലിങ്സ് ഇറക്കി വെക്കണം. നമുക്ക് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെക്കറേഷനും പരിപാടിയും കഴിഞ്ഞു. വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചു. ഷുഗർ ബോൾസൊക്കെ ഇട്ടു ഡെക്കറേഷനൊക്കെ ചെയ്തു. പിന്നെ ഇത് വേറൊരു സംഭവം കൂടി ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്നത്. പിസ്തയാണ്, എൻ്റെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന പിസ്തയാണ് കേട്ടോ. നമ്മുടെ പാനിലെ സ്പഞ്ച് വെച്ചിട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ. അതിനകത്ത് നിറയെ ക്രീംസൊക്കെ വെച്ച് ഫില്ലിങ്സ് ചെയ്ത് എനിക്ക് പറയുമ്പോൾ തന്നെ നാവിലൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണം കഴിക്കാനായിട്ട്. വെരി ടേസ്റ്റിയാണ് കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഒരിക്കലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ പേര് മറന്നുപോയി. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ ഇതിൻ്റെ ബാക്കി ഭാഗം കാണിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ എന്താണെന്നുള്ള കാര്യം ഞാൻ അപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ പേര് എന്തായാലും രണ്ടും കൊള്ളായിരുന്നു കേട്ടോ. കപ്പ് കേക്കും കൊള്ളായിരുന്നു, മറ്റേതും കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇനി ശരിയായിട്ട് വരുമില്ലെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ രണ്ടും ശരിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തെ ഫില്ലിങ്സ് നമ്മുടെ ക്യാമറ ഓണാക്കിയ സമയത്ത് നന്നായിട്ട് ഫില്ലിങ്സ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഫില്ലിങ്സൊക്കെ ഉണ്ടായിരുന്നു. രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.